വന്നപ്പോഴെല്ലാം മാഡം എന്തെല്ലാം കള്ളങ്ങൾ സമാധാനമായിട്ട് പറഞ്ഞു. അവരെ എല്ലാം വെറുപ്പിച്ചയച്ചില്ലേ? അത് കുറച്ച് ഒരു അടുത്ത ഡിഗ്രിയിൽ പറഞ്ഞാൽ മതി. അതിനൊക്കെ ഞങ്ങൾക്ക് അറിയാം മാഡത്തിന് നല്ല വൈഭവം ഉണ്ടെന്ന്. ഞാനിവിടെ നിൽക്കും. ഞങ്ങൾക്ക് വേണ്ടി പറയാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ, ഈ കൊച്ചിനെ നമ്മൾ കടിച്ചില്ല. നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കേ. എനിക്ക് പോലും കേട്ടൂടാ. ഇത് കണ്ടോ? കുട്ടിയെ കടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അതുകൊണ്ട് പരിഹാരം എത്ര പെട്ടെന്ന് കാണണം. ടീച്ചറിനെ കടിച്ചോ? ആ ടീച്ചറെ, ചുമ്മാ ഇരിക്കുന്ന പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തിയാലേ കടിക്കാത്ത ഏതെങ്കിലും പട്ടികളുണ്ടോ? പാവം പട്ടികൾ. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ വണ്ടിയിൽ ഇതുവഴി പോവായിരുന്നു. പട്ടി എടുത്ത് കുറുവ ചാടി. ഞാൻ വന്ന് വീണ് വണ്ടി പോയി പോട്ട് കാലിനകത്ത് ഇപ്പോഴും കമ്പി ഇട്ടേക്കാണ്. കണക്കിന് സൗണ്ട് ഉണ്ട്. വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. പട്ടിയെ കൊണ്ട് വണ്ടി ഇടിച്ചാണ്. പട്ടി പട്ടിയെടുത്ത് കുറുവ ചാടി. ഏതായാലും ഇതിന് നഗരമത ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം ഈ വേസ്റ്റുകളുടെ വിഷയമുണ്ട്. സൂറത്തിൽ പണ്ട് പ്ലേഗ് വന്നതേ അവിടുത്തെ നിരത്തുകളിൽ വേസ്റ്റുകൾ കുന്നുകൂടുകയും അവിടെയുള്ള തെരുവ് നായ്കളെ ഒന്നടങ്കം കൊല്ലുകയും ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പാവം പട്ടികള് വല്ലപ്പോഴും വല്ലവരൊന്ന് കടിക്കുമെങ്കിലും ഇവിടെയുള്ള എലികളെ മൊത്തം കൊല്ലുന്നില്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഇത്രയും വേസ്റ്റുകൾ കുന്നുകൂടിയിട്ടും ഈ നാട്ടിൽ ഒരു ആർക്കെങ്കിലും പ്ലേഗ് വന്നിട്ടുണ്ടോ? കട്ടികളല്ലേ, അത് എലികളെ മൊത്തം കൊല്ലുന്നത് കൊണ്ടാ. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത്? മാതാവ് ഇതൊന്നും പറഞ്ഞാൽ നടക്കൂല. ഇപ്പൊ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഞങ്ങളോട് പോയി നമ്മളെ ഇവിടേക്ക് നഗര മാതാവ് നീതി പാലിക്കുക, പട്ടികളെ കൊല്ലുക. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ പട്ടി. നഗരമാതാവ് നീതി പാലിക്കുക. ഒരു പട്ടിയും ഒരു മനുഷ്യനെയും കടിച്ചു കൊല്ലാൻ പോകുന്നില്ല. എങ്ങനെ ഇത് പറയാൻ നിങ്ങളാര്? ഞാനാരോ ആയിക്കൊള്ളട്ടെ. ഞാനേ ഈ നഗരത്തിൽ തന്നെ കൊച്ചുനാൾ പോലെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഈ 5 വർഷമായിട്ട് പതിവായിട്ട് പ്രഭാത സവാരി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു പട്ടി പോലും എന്നെ തിരിച്ചു നോക്കിയിട്ടില്ലല്ലോ. പട്ടികൾക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒക്കെ ഇല്ലേ വേണം. പ്രഭാത സവാരി എനിക്കൊരു കാര്യം അങ്ങോട്ട് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മാഡം ഇങ്ങോട്ട് നോക്കണം. ഇവിടെ ദിവസവും പ്രഭാത സവാരി എടുക്കുന്ന ആളുണ്ട്. എന്റെ അയൽവാസിയാണ്. അയാളെ കഴിഞ്ഞ ആഴ്ച ഒരു പട്ടി കടിച്ചിട്ട് പോയി എന്റെ ഗ്യാങ്ങിനെ വിളിച്ചത് പട്ടികൾ ചുറ്റുവട്ടം ഇങ്ങനെ കടിച്ചറിയാമോ? ചുമ്മാ അങ്ങനെ ഇപ്പൊ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. പക്ഷെ അതിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്തു. പക്ഷെ കൺട്രോൾ റൂമിലെ ഒരു ക്യാമറയിലും അത്ര ഒരു അങ്ങനെ ഒരു ദൃശ്യം പകർത്തിയിട്ടില്ല. പൈസ കൊടുത്ത് ക്യാമറ ചോദിക്കണം, അല്ലെങ്കിൽ ഒന്നും പതിയില്ല. ഓക്കെ, തെളിവില്ലാതെ അയാൾ ഇവിടെ ഉണ്ടല്ലോ. കൊണ്ടുവരട്ടെ. ഓ, ഇയാൾ എവിടെ നിന്ന് കെട്ടിയെടുത്തത്? ഞാൻ പിടിക്കണോ? കാര്യമോ പാവ പട്ടികൾ വെട്ടി വെച്ചിട്ട് വേനെ അങ്ങനെ കണ്ട ഈ പാദം കണ്ട പെറ്റ തള്ള സൈഡ്. ഞാൻ ആരെയും പ്രകോപിപ്പിച്ചിട്ടില്ല. അങ്ങനെ ആയകാലത്ത് സ്വന്തം ഭാര്യയെ പോലും പ്രകോപിപ്പിച്ചില്ല. എന്റെ ഭാര്യയെ പ്രകോപിപ്പിച്ചിട്ട് വർഷങ്ങളായി. എന്തിനാ മേഡം ഉളിപ്പല്ല് കൊണ്ട് ഉളിപ്പല്ലിന് പാടുണ്ട്. ഉളിപ്പല്ലി താഴെ ഇപ്പൊ കാണിച്ചോളൂ. മാഡം ഇത് ഉളിപ്പല്ലാണെങ്കിൽ ഞങ്ങളല്ല, ഞങ്ങൾ ആ ടൈപ്പല്ല. ഞങ്ങൾക്ക് ഉളുപ്പേ ഇല്ല, ഉളിപ്പല്ലും ഇല്ല. ഇത് വേറെ ആരോ കടിച്ചതാണ്. മനഃപൂർവ്വം ഞങ്ങളെ കരിവാരിത്തേക്ക്. ഇത് മാധ്യമ സൃഷ്ടിയെന്ന് മാത്രമല്ല, ഞങ്ങളെ തകർക്കാൻ ചെയ്യുന്നതാണിത്. ഞങ്ങളുടെ കയ്യിൽ ഉളിപ്പയിലില്ല. അതെ, കൊച്ചിന്റെ അവസ്ഥ നോക്കണേ. ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ, എല്ലാ ക്യാമറകളും പരിശോധിച്ചിട്ട് പറയാം. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ പട്ടികളെ കൊല്ലുക. ശരി ശരി, നാളെ തന്നെ എല്ലാ പട്ടികളെയും കൊല്ലുന്നതായിരിക്കും. പാടില്ല, പട്ടികളെ കൊല്ലാൻ പാടില്ല.
പട്ടികളെ കൊല്ലാൻ പാടില്ല, അവർ പാവങ്ങളാണ്. മാഡം കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞു കൊടുക്കണം, ആ മനുഷ്യർ കേൾക്കട്ടെ. മാഡം എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല. ഞാനത് ഇവരോട് പറഞ്ഞിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റുള്ളൂ. അവരെ സ്നേഹത്തോടെ പരിപാലിച്ച് അവിടെ സ്നേഹത്തോടെ കൊണ്ടുപോയി അവരെ വന്ധ്യീകരണം ചെയ്ത് സ്നേഹത്തോടെ അവരെ പുത്തൻതെരുവിൽ നിന്നാണെങ്കിൽ പുത്തൻതെരുവിൽ വിടുക, സ്നേഹത്തോടെ കവടിയാറിൽ നിന്നാണെങ്കിൽ കവടിയാർ വിടുക. എങ്ങനെയായാലും അവരെ സ്നേഹത്തോടെ കരുതുക, അവരെ ഉപദ്രവിക്കരുത്. ശരി മാഡം, മാഡം വന്നത് ഇപ്പൊ എന്റെ നല്ല കാര്യം. ഞാൻ ഇതുപോലെ തന്നെ ചെയ്തോളാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾ എല്ലാവരും നാളെ കാലത്ത് കഴിഞ്ഞ് വന്നാൽ മതി. ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കും. പട്ടികൾ തെരുവിൽ പാടില്ല. ഞാൻ അതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞില്ലേ? സമ്മതിച്ചോ? സമ്മതിച്ചു. കണ്ടോ മാഡം, കണ്ടോ മാഡം, കണ്ടോ പട്ടികൾ വാലൂരി വരെ സ്നേഹം പ്രകടിപ്പിക്കുന്നു, കണ്ടോ? അതാണ് മാഡം, ഇവരില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പരമ്പരയെ നിങ്ങൾ കൊന്നൊടുക്കിയത്. താങ്ക് യു, താങ്ക് യു. ഇടക്കിടക്ക് ഇങ്ങനെ വരണേ. പിന്നെ മാഡം പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. നിങ്ങൾ അതുപോലെ തന്നെ വന്ധ്യീകരണത്തിന് നിങ്ങൾ എന്നോട് സഹകരിക്കണം. അല്ല, ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് നിങ്ങളെ പോലെ ഇനി തെരുവിൽ നായകൾ പെറ്റ് പെരുകരുത്, അതിനു വേണ്ടിയാണ് വന്ധ്യകരണം. മാഡം, ഞങ്ങൾക്കാർക്കും പ്രായപൂർത്തി പോലും ആയിട്ടില്ല. ഇപ്പോഴേ മാഡം ഞങ്ങൾക്ക് എങ്ങനെ വന്ധ്യകരിക്കും? നിങ്ങളെ ഇത് ഞാൻ ഒരു വെറും ഷോ, നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മതി. ഏത് ഷോ മാഡം? ഞങ്ങൾക്ക് പ്രായപൂർത്തി ആവാത്തത് ഷോയോ? റോഡ് ഷോ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. ഓ, അപ്പൊ ഞാൻ ശരിക്കും വന്ധ്യകരിക്കൂല. ഇല്ല, നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കണം. നിങ്ങൾ സ്നേഹത്തോടെ കയറി സ്നേഹത്തോടെ പേട്ടയിൽ പോയി അവിടെ ചെന്ന് ഇതൊക്കെ ചെയ്തിട്ട് സ്നേഹത്തോടെ നിങ്ങൾ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ കൊണ്ടുവിടും. ഈ പേട്ടയിൽ എന്തിനു പോണു മാഡം? പറയുമ്പോലെ കേട്ടാൽ ഞാൻ എല്ലാവരും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അത് കഴിയുമ്പോ ഞാൻ അടുത്തുള്ള കെപ്കോ ചിക്കനിൽ കൊണ്ടുപോയി ട്രീറ്റ് തരുമോ? ഞാൻ എന്ത് വേണമെങ്കിലും തരാം. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് സഹകരിക്കണം. എന്നാലും വേണം ഞങ്ങളുടെ പട്ടിത്വത്തെ ഇല്ല, ചെയ്യൂല. നമ്മുടെ കെപ്കോ ചിക്കൻ മതി, അതിലാകുമ്പോ കൊളസ്ട്രോൾ കുറവെന്നാണ് പറയുന്നത്. കൊളസ്ട്രോൾ ഒക്കെ കൂടിയിരിക്കുന്നു. ഇവരെയൊക്കെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അയ്യോ, എല്ലാം ഷോ ആണ്. എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ജെറാൾഡിന്റെ മോയ്. ജെറാൾഡിനെ ഇവര് നമ്മുടെ മാഡം നാട് കടത്തി. ഓക്കെ, ആക്ഷൻ, ആക്ഷൻ. കം 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 കം. വാ വാ. ബഹളം ഉണ്ടാക്കാതെ, സൈലൻസ്. ഷോ ഷോ ഷോ. ഇത്രയും ബലം വേണ്ട, ഇത്രയും ബലം വേണ്ട. എന്തിന്? ഷോ ഷോ ഷോയാണ് ഷോ. റെഡിയാണോ? അപ്പൊ കമോൺ. സർക്കസിലെ പോലെ എല്ലാവരും അകത്ത് കയറിക്കോ, എല്ലാവരും അകത്ത് കയറിക്കോ, എല്ലാവരും. ഞാനിവിടെ കയറിയേക്കാം, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും? ഇങ്ങനെ അണ്ണ ഇങ്ങനെ കൊണ്ടുപോകണം. നഗര കാണിക്കൽ, നഗരപ്രദക്ഷിണമാണണ്ണ. ജനങ്ങൾ കാണട്ടെണ്ണ. മനസ്സിലായി. ഇല്ല, കാണേണ്ടിയവര് കാണുന്നുണ്ടോ? മാധ്യമങ്ങൾ നമ്മുടെ ആൾക്കാർക്കൊക്കെ തൃപ്തി. ഒന്ന് നിർത്തിയാക്കണേ, ഒന്ന് രണ്ടാൾ ഇറങ്ങാനുണ്ട്. അവിടെ ഇറങ്ങിക്കോളാം. അടുത്ത ഈ പട്ടി ഇത് ഇനി നിങ്ങൾ നിൽക്കണത്, നിങ്ങൾ പോണം. പൈസ
ആ പൈസയാ എങ്കിൽ നിങ്ങൾ വേഗം പൊയ്ക്കോ. മാഡത്തിന് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആൾക്കാരെ പറഞ്ഞേക്കാൻ അറിയാമോ? ചെയ്ത ജോലിക്ക് പൈസ കൊടുക്കുകയില്ല, അവര് പിന്നെ വരെയില്ല. ഇതും ഒരു ഷോ. കൊള്ളാം മാഡം. എന്തായാലും വളരെ ഉപകാരം. ഇത്രയും എന്നെ ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചില്ലേ, അതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. നന്ദി. താങ്ക് യു മാഡം. ഞാൻ എന്റെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ഇവരെയാണ്. നിങ്ങള് മക്കളെ പോലെ സ്നേഹിച്ചു, പക്ഷെ മക്കളെ പോലെ നിങ്ങൾ എങ്ങളെ സ്നേഹിച്ചില്ല. ഞങ്ങള് നിങ്ങളെ സ്നേഹിച്ചതിന്റെ പകുതിയെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാൻ സ്നേഹിച്ചില്ലെന്നോ? നിങ്ങൾക്ക് വേണ്ടിയാണ് വിളപ്പുശാലയിൽ ചാക്ക് ഫാക്ടറി പൂട്ടിയിട്ടും ഞാൻ വേറെ ഒറ്റ ഫാക്ടറി പോലും തുടങ്ങാൻ അനുവദിക്കാത്തത്. ഇത്രയും വേസ്റ്റുകൾ നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടിയായിരുന്നു. ഇറച്ചിക്ക് ഇറച്ചി, മീനിന് മീന്, ഇതെല്ലാം ഈ വേസ്റ്റുകളിൽ നിന്ന് കഴിച്ചില്ലേ? എന്നിട്ട് നീ എന്നെ തന്നെ പഠിച്ചല്ലേടാ? സ്വന്തം മക്കള് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ചോദിച്ച നിങ്ങൾ ഇട്ടുകൊടുക്കുമോ? ഞങ്ങൾക്ക് ഇറച്ചിയും മീനുമാണ് ഇഷ്ടമെന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ തെരുവായ തെരുവിലുള്ള ഇറച്ചി നിറച്ച് ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കി എണ്ണത്തിലധികം വർദ്ധിപ്പിച്ച് ഞങ്ങളെ ഈ വഴിയാക്കിയില്ലേ? എനിക്കിപ്പോ പേ പിടിച്ചിരിക്കുകയാണ്. ചെയ്യത്തില്ല മാഡം, പക്ഷേ ഇല്ല മാഡം, നിങ്ങൾ മരിക്കില്ല. ഞങ്ങൾക്ക് വന്ധ്യംകരണം നടത്താനായിട്ട് നിങ്ങളോട് ആൾക്കാർ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ല. പേവിഷബാധക്കെതിരെയുള്ള കുത്തിവെപ്പ് എടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ല. എല്ലാം ഒരു ഷോ ആക്കി. നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് ട്രിപ്പിളും പോളിയോയും കുത്തിവെപ്പുകളും എടുക്കാൻ നിങ്ങൾ എത്ര ഉത്സാഹിക്കുന്നു. അതിൻ്റെ പകുതി സ്നേഹം ഞങ്ങളോടുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് കുത്തിവെപ്പ് തന്നിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇതുപോലെ പേ വരുമായിരുന്നോ മാഡം? സ്വന്തം മക്കൾക്ക് ഭയമാണെന്ന് കരുതി നിങ്ങൾ അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാറില്ലേ? നിങ്ങൾക്ക് അവർക്ക് ഓപ്പറേഷൻ ചെയ്യാറില്ലേ? അപ്പോ നിങ്ങൾ ഞങ്ങളോട് കാണിച്ചതെല്ലാം വെറും അഭിനയം. നിങ്ങൾ അല്പമെങ്കിലും ഞങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ എനിക്ക് പേ പിടിച്ച് ചാവേണ്ടി വരില്ലായിരുന്നു മാഡം. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല, നിങ്ങൾ മരിക്കില്ല. നേരെ ജനറൽ ആശുപത്രി പോയാൽ മതി, ഈ മുറിവ് നന്നായിട്ട് കഴുകിയാൽ മതി. അവിടെ കുത്തിവെപ്പ് പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ സൗജന്യമായി ലഭിക്കാനുള്ള ദീർഘകാലത്തെ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. ഒരു മണ്ടൻ ഡോക്ടർ കേരളം മുഴുവൻ ഇത് നടപ്പാക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഞങ്ങൾക്ക് രക്ഷയില്ലെന്ന്. പക്ഷെ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കൂടെ അവനെ പോയിച്ച് പുറത്തിയാടിച്ചു. അയാളിപ്പോ തിരുവനന്തപുരത്ത് നർമ്മകൈരളിയിൽ നാടകം കളിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് ഇനിയും മാഡം നിങ്ങൾ എത്രയും വേഗം പോകണം. നിങ്ങളെ കൊല്ലാൻ എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ആൾക്കാർക്ക് പക്ഷെ എന്നെ ഭയമാണ്. നന്ദി, നമസ്കാരം.